ട്രംപ് സർക്കാരിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നിയോഗിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജിന് പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുമതി. US സുപ്രീം കോടതിയാണ് ഡോജിന് സോഷ്യൽ സെക്യൂരിറ്റി ഡേറ്റ കൈകാര്യം ചെയ്യാൻ അനുമതി നൽകി ഉത്തരവിട്ടത്. ശതകോടീശ്വരൻ ഇലോൺ മസ്ക് നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് ഡോജ്. ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ ഇനി മുതൽ ഡോജിന് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. നേരത്തെ മേരിലാൻഡ് ആസ്ഥാനമായുള്ള കീഴ്ക്കോടതി ഈ നീക്കം തടഞ്ഞിരുന്നു. ഈ വിധിയാണ് സുപ്രീം കോടതി ഉത്തരവിലൂടെ മാറിയത്. US നീതിന്യായ വകുപ്പിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഉത്തരവ്. SSAയിലെ വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ഡോജിനെ തടയണമെന്നാവശ്യപ്പെട്ട് 2 തൊഴിലാളി ഗ്രൂപ്പുകളും ഒരു അഭിഭാഷക ഗ്രൂപ്പും കേസ് ഫയൽ ചെയ്തിരുന്നു. ടെസ്ലയും സ്പേസ് എക്സ് CEO എലോൺ മസ്കും പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള തർക്കം തുടരുന്ന സാഹചര്യത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ള ചർച്ച ഉയർത്തി ഇലോൺ മസ്ക് എത്തിയിരുന്നു. തന്റെ സ്വന്തം സാമൂഹിക മാധ്യമമായ എക്സിൽ അമേരിക്കയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് ട്വിറ്ററിൽ ചോദ്യമുന്നയിച്ചുകൊണ്ടുള്ള അഭിപ്രായ സർവേ മസ്ക് പങ്കുവച്ചിരുന്നു. പോൾ ഫലങ്ങളും മസ്ക് വെളിപ്പെടുത്തി. 80% ആളുകളും പിന്തുണച്ച് വോട്ട് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞുവെന്നും അമേരിക്കയ്ക്ക് 80% ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ആവശ്യമാണെന്നും കൃത്യമായി 80% ജനങ്ങളും അതിനെ പിന്തുണച്ചിട്ടുണ്ടെന്നും മസ്ക് എക്സിൽ എഴുതി. ഇതാണ് വിധി. ഇതിനുശേഷം ദി അമേരിക്ക പാർട്ടി എന്ന മറ്റൊരു പോസ്റ്റും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ മസ്കും ട്രംപും തമ്മിലുള്ള വാക്പോർ രൂക്ഷമായ സമയത്താണ് ഇത് സംഭവിച്ചത്. താൻ ഇല്ലായിരുന്നുവെങ്കിൽ ട്രംപ് തിരഞ്ഞെടുപ്പിൽ തോൽക്കുമായിരുന്നുവെന്നും മസ്ക് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. മാത്രമല്ല, ട്രംപ് മസ്കിനെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ മസ്ക് പെട്ടെന്ന് തന്നെ എക്സിനോട് പ്രതികരിച്ചിരുന്നു. ഞാനില്ലായിരുന്നെങ്കിൽ ട്രംപ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുമായിരുന്നു, ഡെമോക്രാറ്റുകൾ ഹൗസ് നിയന്ത്രിക്കുമായിരുന്നു, റിപ്പബ്ലിക്കന്മാർ സെനറ്റിൽ 51-49 ആയിരിക്കുമെന്നും അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തു. ട്രംപ് ഭരണകൂടത്തോടൊപ്പം ഉദ്യോഗസ്ഥ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനായി രൂപീകരിച്ച ഒരു വകുപ്പായ ഡോജിൽ കോടീശ്വരൻ ഉൾപ്പെട്ടിരുന്ന കാലത്തെ സ്വരത്തിലെ മാറ്റമാണ് മസ്കും ട്രംപും തമ്മിലുള്ള വൈരാഗ്യം. ആ പ്രത്യേക റോളിലുള്ള അദ്ദേഹത്തിന്റെ കാലാവധി മെയ് 28-ന് അവസാനിച്ചു. കഴിഞ്ഞ വർഷം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇരട്ട വധശ്രമങ്ങൾക്ക് ശേഷം ട്രംപിന്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വലിയൊരു പങ്കും മസ്ക് ചെലവഴിച്ചിരുന്നു. ട്രംപുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് വ്യാഴാഴ്ച മസ്കിന്റെ ടെസ്ല ഓഹരികൾ 14% ഇടിഞ്ഞു. വിപണി മൂല്യത്തിൽ നിന്നും $150 ബില്യൺ നഷ്ടം നേരിട്ടു. കമ്പനിയുടെ വിപണി മൂലധനം $1 ട്രില്യൺ താഴെയായി 916 ബില്യൺ അവസാനിച്ചു. ഇത് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ നഷ്ടമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.